വളരെ പ്രക്ഷോഭിതമായ ഒരു ദിവസമായിരുന്നു അന്ന് കഅബ് റളിയല്ലാഹു അൻഹു തന്റെ ഈത്തപ്പഴങ്ങളെല്ലാം ഉണക്കാൻ വേണ്ടി കൂട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ആ കാര്യം ശ്രദ്ധിച്ചത്. അതെ, ഈത്തപ്പഴങ്ങളിൽ കാര്യമായ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇത് ചോരുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അദ്ദേഹം രാത്രി വരെ അവിടെ കാവലിരിക്കുന്നു. അർദ്ധരാത്രി ആയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അകലെ നിന്നായി ഒരു ബാലൻ നടന്നടുക്കുന്നു. അദ്ദേഹം ആ ബാലനെ കണ്ടപ്പോൾ സലാം ചൊല്ലി. ബാലൻ സലാം മടക്കി. എന്നാൽ അവനോട് തന്റെ കൈകൾ നീട്ടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത്ഭുതം കൂറി. അതെ, മനുഷ്യവർഗത്തിന്റെ 2 കൈകൾക്ക് പകരമായി രോമങ്ങൾ നിറഞ്ഞ നായുടെ പോലത്തെ 2 കൈകളാണ് ആ ബാലനിൽ നിന്ന് കഅബ് റളിയല്ലാഹു അൻഹു കണ്ടത്. അത്ഭുതം കൂറിക്കൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു ആ ബാലനോട് ചോദിച്ചു, നീ ആരാണ്? ബാലൻ പറഞ്ഞു, ഞാൻ ജിന്നാണ്. വീണ്ടും കിതച്ചുകൊണ്ട് കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്നെപ്പോലെ തന്നെ എല്ലാ ജിന്നുകളും ഇപ്രകാരം തന്നെയാണോ? അപ്പോൾ ആ ബാലൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടും കൂടുതലായിട്ടുള്ള ശക്തന്മാരുണ്ട്. നിങ്ങളുടെ ദാനധർമ്മത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈത്തപ്പഴങ്ങളെ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്നെപ്പോലുള്ളവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ബാലൻ പറയുകയാണ്, ദിവസവും പരിശുദ്ധമായ ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്താൽ മതി. ഈ സംഭവങ്ങളെല്ലാം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അരുളുകയാണ്, അവൻ ഒരു ദുഷ്ടനായിരുന്നു, എന്നാൽ പറഞ്ഞതെല്ലാം സത്യവും.